ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നിൻ്റെ ഒരു കുഞ്ഞു തക്കാളിത്തോട്ടം കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല കായ്ഫലമൊക്കെ നൽകുന്നുണ്ട്. ഇപ്പം ചൂട് സമയമാണ്, എന്നിട്ടും ഇലകൾക്കൊക്കെ വലിയ വാട്ടമൊന്നും ഇല്ലാതെ നല്ല പച്ചപ്പായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നുമുണ്ട്. ഇതിലെ പൂക്കളൊക്കെ പോകാതിരിക്കാൻ, അതായത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഈ ഫിഷ് അമിനോ ആസിഡ് ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് കരിയിലയൊക്കെ കൂട്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഒരു തണുപ്പ് മയമൊക്കെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് അതങ്ങനെ മണ്ണിൽ അലുത്ത് കിട്ടാൻ പാടല്ലേ. അപ്പോൾ സ്ലറി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ചെടികൾക്ക് വലിച്ചെടുക്കാനും ഒക്കെ എൻ്റെ ഒരു അനുഭവം വെച്ച് അതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കി ഒഴിക്കുക, ചാരം കലക്കി ഒഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ അത്യാവശ്യം കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അത് കൂടെ കിട്ടിക്കോളും. പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മുടെ നോർമൽ ഉണ്ട തക്കാളിയല്ല, ഇത് സാധാ നല്ല ഭംഗിയുള്ള തക്കാളിയാണ് ഉണ്ടാവുന്നത്. ഇതിപ്പം പഴുത്തിട്ടില്ല, എല്ലാം വലിപ്പം വെച്ചും പിന്നെ പുതിയ പുതിയ ഫ്ലവേഴ്സും അത് നല്ല കായ്കളും ഒക്കെ ആയി വരുന്നുണ്ട്. പിന്നെ കായ് ആകാൻ വേണ്ടി, അതായത് ഫ്ലവർ പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഫിഷ് അമിനോ ആസിഡ് ഇടയ്ക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ കിട്ടുന്നുമുണ്ട്. ഇതുപോലെ നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മാത്രം തക്കാളികൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് അത്യാവശ്യത്തിനുള്ള തക്കാളികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കഴിക്കാൻ ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. നമുക്ക് ചെടിയിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും. എന്താണേലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൽ നിന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ജൈവമായിട്ട് ചെയ്യുന്ന പച്ചക്കറികളല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തക്കാളി ചെടികളെല്ലാം നേരെ നിൽക്കുകയല്ല, കുറച്ച് പൊക്കം വെക്കുന്നത് കൊണ്ട് എല്ലാവരും ചരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലൊക്കെ ഒരു കൃഷി ചെയ്ത് നോക്കുക.